ഇന്ന് നല്ല മാങ്ങാക്കറി അല്ലെങ്കിൽ മാങ്ങാ പുളിശ്ശേരിയും തോരനും മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഉച്ചയൂണായിരുന്നു കേട്ടോ. മാങ്ങാക്കറി ഇപ്പോൾ ഈ ഒരു സീസണിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. ഞാനും ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിലാണ് ഈ ഒരു മാങ്ങാ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കി. ഞാനിവിടെ നല്ല പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നാടൻ മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പുറത്തുനിന്ന് ഒക്കെ വരുന്ന മാങ്ങകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു മാങ്ങയുടെ രുചിയൊന്ന് വേറെ തന്നെയാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ ഇതുപോലെ തൊലി നല്ലപോലെ നമുക്കിങ്ങനെ ഉരിച്ചെടുക്കാൻ പറ്റും. എന്നിട്ടിത് നല്ലതായിട്ട് ഒന്നുകിൽ കൈവച്ച് പിഴിഞ്ഞെടുക്കാവേ. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ കൈവച്ച് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ പൾപ്പ് കുറച്ചൊന്ന് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ച് ചെയ്താലും മതി. അപ്പോൾ ഈ പൾപ്പ് ഇങ്ങനെ എടുക്കുമ്പം അത് ആ ഒരു ഗ്രേവിയിലോട്ട് ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ കത്തി വെച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൈ വെച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, ചെറിയൊരു പുളിപ്പും ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത്. ചെറിയ പുളിയും കൂടി വേണം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ആ മാങ്ങ വേവാൻ ആവശ്യത്തിന്, പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് 2 പിടി തേങ്ങ, ഏകദേശം 1 കപ്പ്, 3/4 കപ്പ് മുതൽ 1 കപ്പ് അളവിൽ തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 വറ്റൽ മുളക്, കാശ്മീരി മുളക് ആയാലും മതി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് പച്ചമല്ലി, അതും ഒരു ഏകദേശം 1/2 ടീസ്പൂൺ വരും കേട്ടോ. അത് ഉണക്കമല്ലി എന്ന് അതും ചേർത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു അരപ്പിൻ്റെ പ്രത്യേകത. മല്ലി ചേർക്കുമ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ആ ഒരു മിക്സി ജാറിലോട്ട് തന്നെ 1 കവറ് തൈര്, അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 കവർ തൈര് എന്ന് പറയുമ്പം 1/2 ലിറ്ററാണ്, ഏകദേശം 2 കപ്പോളം കട്ടി തൈര്. അത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് ഈ ഒരു അരപ്പിലോട്ട് തന്നെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഈ ഒരു പുളിശ്ശേരി എപ്പോഴും കുറച്ച് കുറുകിയിട്ടാണ് ഉണ്ടാക്കുക, ഒരുപാട് ലൂസാക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ അരപ്പിൽ. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ വേവാൻ വെച്ചത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി. ഇത്രയും ഗ്രേവി വേണം. ഇനി അരപ്പും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വെക്കണം. ഇതിപ്പോൾ മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ ചൂട് നല്ലപോലെ നിൽക്കും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് തൈരും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തൈര് ചേർത്തിരിക്കുന്നത് കൊണ്ട് തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം അരപ്പിൻ്റെ ഒരു പച്ച ചുവയങ്ങ് മാറിയിട്ടുണ്ടാവും. ഞാനതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഇത് കറി നല്ലപോലെ ചൂടായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ചൊന്ന് താളിച്ച് ചേർക്കണം. അപ്പോൾ എണ്ണ ചൂടാക്കി കടുക്, ഉലുവ, കുറച്ച് വറ്റൽ മുളക് 1-2 എണ്ണം, സവോളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള ഇട്ടു. അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ താളിപ്പ് റെഡിയായി. ഇത് പുളിശ്ശേരിയിലോട്ട് ചേർത്തൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി സെറ്റാവും. ഉടനെ തന്നെ ഇളക്കി കൊടുക്കേണ്ട. താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അടച്ചൊരു 10 മിനിറ്റ് വെക്കാം. ഇന്ന് ഊണിന് ഇതിൻ്റെ കൂടെ മീൻ കറിയുണ്ട്, പിന്നെ ഒരു തോരനും കൂടി റെഡിയാക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ക്യാരറ്റും ചെറുപയറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരനാണ്. നമ്മൾ ക്യാരറ്റ് മാത്രം അല്ലെങ്കിൽ ചെറുപയർ മാത്രം തോരൻ വെക്കുന്നേക്കാളും ടേസ്റ്റാട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആദ്യം സവോള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില ഇത് നല്ലപോലെ വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവാനായിട്ട് വെക്കണം. ക്യാരറ്റ് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പം അരപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ തോരനുള്ള അരപ്പ് തന്നെ. തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇത്രയും കൂടി ഒന്ന് അരച്ചെടുത്തതാണ്, ഒതുക്കിയെടുത്തതാണ്.
അതും കൂടി ചേർത്ത് അരപ്പിൻ്റെ ഒരു ചുവ മാറാനായിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, ഇപ്പോൾ നമ്മളൊരു 3 ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാട്ടോ. പയർ ഒരുപാട് വേണ്ട, ക്യാരറ്റിൻ്റെ ഒരു പകുതി എടുത്താൽ മതി പയറെ. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അത്രേ ഉള്ളൂ. നല്ല അടിപൊളി തോരൻ. ക്യാരറ്റ് മാത്രം അല്ലെങ്കിൽ ചെറുപയർ മാത്രം ഉണ്ടാക്കുന്നേക്കാളും രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റാണ്, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഊണ് റെഡിയായി. നല്ല കുത്തരി ചോറ്, പിന്നെ ഇന്ന് കേരമീൻ കറി. ഞാൻ കുറച്ചൊന്ന് കുറുകിയ ചാറായിട്ടാണ് വെച്ചത് കേട്ടോ. മാങ്ങാക്കറി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇങ്ങനെ നല്ല കുറുകിയ ചാറുള്ള മീൻ കറിയാണ് ടേസ്റ്റ്. അപ്പം നല്ല അടിപൊളി കേരമീൻ കറി, തോരൻ, ക്യാരറ്റും ചെറുപയറും കൂടെ, ഫിഷ് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തു, കേരമീൻ തന്നെ ഫ്രൈ ചെയ്തതും, പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങാക്കറി. സൂപ്പർ ടേസ്റ്റാണ്. കണ്ടോ, ഒരു 10 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ കറി കണ്ടോന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. മല്ലിയുടെ ചെറിയൊരു ഫ്ലേവറൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണ് നിങ്ങൾക്ക് ഇഷ്ടമായേ ഇല്ലെന്ന് പറയണം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.